നമുക്ക് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളിനെ കുറിച്ച് സംസാരിക്കാം. പല അമ്മമാരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. പ്രസവശേഷം 2 മുതൽ 4 മാസം കഴിഞ്ഞാണ് ഇത് ഉണ്ടാവാൻ തുടങ്ങുക. 6 മാസം മുതൽ 1 കൊല്ലം വരെ ഈ മുടി കൊഴിച്ചിൽ നീണ്ടു നിൽക്കാം. എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് നോക്കാം. നമ്മുടെ മുടിക്ക് 3 ഘട്ടമുള്ള ഒരു സൈക്കിൾ ഉണ്ട്. ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, മുടിയുടെ വളർച്ച നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്, മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടമുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് മുടിയുടെ ഗ്രോത്ത് ഫേസ് കൂടുതൽ സമയം തുടരും. അതുകൊണ്ട് സാധാരണയേക്കാൾ മുടി കട്ടിയുള്ളതായിട്ട് പ്രഗ്നൻസി ടൈമിൽ തോന്നും. പ്രസവശേഷം ഈസ്ട്രജനും പ്രൊജസ്ട്രോണിലും വരുന്ന ചേഞ്ചസ്, അതേപോലെ പ്രൊലാക്റ്റിനിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം പല ഹെയർ ഫോളിക്കിൾസും ഒരേ സമയം റെസ്റ്റിംഗ് ഫേസിലേക്ക് പോയി ഒരുമിച്ച് കൊഴിയാൻ തുടങ്ങും. സാധാരണയായിട്ട് 1 വർഷത്തിനുള്ളിൽ മുടി പഴയ പോലെ വളരാൻ തുടങ്ങും. അതല്ല അധികമായിട്ട് കൊഴിയുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് PRP, GFC പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. PRP എന്നുള്ളത് നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് എടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. ഇതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിന്റെ ഈ PRPയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് GFC. അത് ഗ്രോത്ത് ഫാക്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്ന് തന്നെ. സോ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അധികമായി കൊഴിയുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് PRP, GFC പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് സ്വീകരിക്കാം.